ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇനി അങ്ങോട്ട് വിജയ് സിനിമകളൊന്നും ഉണ്ടാകില്ല എന്ന് ഒത്തിരി ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിജയുടെ സിനിമാ ജീവൻ തന്നെ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ഹെഡ്ലൈൻസ്. പക്ഷേ ശരിക്കും പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലക്ഷൻ വർക്കുള്ള സമയത്ത് സിനിമയിൽ അഭിനയിക്കില്ല എന്ന് മാത്രമാണ്. അതായത് ഇലക്ഷൻ വർക്ക് ഇല്ലാത്ത സമയത്ത് ഒരുപക്ഷെ വിജയ് സിനിമകൾ തുടർന്ന് അഭിനയിച്ചേക്കാം. മാത്രമല്ല ഈ അടുത്ത് വന്നടക്കം ഒരുപാട് വിജയ് സിനിമകൾ സെക്കൻഡ് പാർട്ടിനുള്ള ക്ലൂ ഇട്ടിട്ടാണ് പോയത്. ഇനി അഥവാ മൂവിയിൽ ഇട്ടില്ലെങ്കിൽ പോലും തുപ്പാക്കി 2 അടക്കമുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ഇങ്ങനെ ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ പുറത്തേക്കുള്ള പ്രൊജക്റ്റുകൾ, ഇപ്പോൾ അറ്റ്ലിയുടെ കൂടെയുള്ള ഷാറുഖ് ഖാൻ വെച്ചുള്ള പ്രൊജക്റ്റ്, അങ്ങനെ ഒത്തിരി പ്രൊജക്റ്റുകൾ റൂമേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ്ലി വന്ന ദളപതി 69 എച്ച് വിനോദിൻ്റെ കൂടെയുള്ള പടം ഇപ്പോൾ ഡ്രോപ്പ് ആയെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിധത്തിൽ വരാൻ സാധ്യതയുള്ള ഫ്യൂച്ചറിലെ വിജയ് സിനിമകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവി സീരീസിലെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ദളപതി 69 വിജയുടെ ഗോട്ടിന് ശേഷമുള്ള അടുത്ത സിനിമ, അതായത് 69ാമത് സിനിമ ഡയറക്ടർ എച്ച് വിനോദിൻ്റെ കൂടെ ആയിരിക്കുമെന്ന് അത്യാവശ്യം ട്രസ്റ്റബിളായ രീതിയിൽ തന്നെ റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ തീരൻ അധികാരം 1 എന്ന സിനിമയിലൂടെ തന്നെ റേഞ്ച് കാണിച്ച ഡയറക്ടറായിരുന്നു എച്ച് വിനോദ്. പക്ഷേ അതിനുശേഷം വന്ന ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഹീറോ സെൻട്രിക് ഫിലിംസ് ആയ തുനിവ്, വലിമൈ, ഇത് രണ്ടും ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടിയെങ്കിലും ഓഡിയൻസിൽ നിന്നും ക്രിട്ടിക്സിൽ നിന്നും അത്ര നല്ല പ്രതികരണം ആയിരുന്നില്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിജയ് ഫാൻസിനടക്കം എച്ച് വിനോദിൻ്റെ കൂടെ വിജയ് സിനിമ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാർത്തിക് സുബ്രാജിന് വരെ വേണ്ടാന്ന് വെച്ചാണ് വിനോദിനെ എടുത്തെന്ന് കേൾക്കുന്നു. അതിലൊക്കെ എത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. എന്നിരുന്നാലും ഏകദേശം ബാക്കിയുള്ള പ്രൊജക്റ്റുകളെക്കാട്ടി ഈ ഒരു പ്രൊജക്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല മ്യൂസിക് ഡയറക്ടറായിട്ട് അനിരുദ്ധ് തിരിച്ചു വരുമെന്ന് കേൾക്കുന്നു. അത് തന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറാണ്. പിന്നെ നായികയുടെ മാത്രമാണ് പേരിങ്ങനെ മാറി വരുന്നത്. ആദ്യം സമന്തയെന്ന് കേട്ടു, പിന്നെ ചിലയിടത്ത് സിമ്രാൻ എന്ന് കേട്ടു, ചിലയിടത്ത് അഭിനയം നിർത്തി അസിൻ വരെ തിരിച്ചു എന്ന് കേൾക്കുന്നു. ആ ഒരു കാര്യം മാത്രമാണ് ഒരു ട്രസ്റ്റബിലിറ്റി ഇല്ലാത്തത്. പക്ഷേ എച്ച് വിനോദ് സംവിധാനം ചെയ്ത് അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്നൊരു മൂവി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി, അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ പ്രൊജക്റ്റ് ഡ്രോപ്പ് ആയെന്നും വിജയ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ഷനിലോട്ട് തന്നെയാണ് ഫോക്കസ് എന്നും ഒക്കെ കേൾക്കുന്നു. എന്നാൽ അതിൽ വലിയ ഷുവറൊന്നുമില്ല. എന്തായാലും ഈ പ്രൊജക്റ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഉടനെ അടുത്ത് തന്നെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഗോട്ട് കഴിഞ്ഞിട്ട് ഒരു വിജയ പ്രൊജക്റ്റ് പോലും ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ലിയോ 2 വിജയുടെ കുറച്ച് സിനിമകളൊക്കെ എൻഡ് ചെയ്ത് സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള രീതിയിലാണ്, എസ്പെഷ്യലി ആറ്റ്ലിയുടെ സിനിമകൾ. പക്ഷേ 100% സെക്കൻഡ് പാർട്ട് വരും എന്ന് ഉറപ്പിച്ച് എല്ലാവരും വേണ്ടിയിട്ടുണ്ടായിരുന്നത് ലിയോ ആയിരുന്നു. അതിന് കാരണം LCU ഫാക്ടർ തന്നെ. പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് 2-3 ദിവസം മുന്നേ തന്നെ ലിയോ 2 ഉറപ്പിച്ച മട്ടിലായിരുന്നു കുറേ റിപ്പോർട്ട്സ്. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടും കണ്ടിന്യൂവേഷൻ ഉണ്ട് എന്ന രീതിയിലാണ് എൻഡ് വരുന്നത്. മാത്രമല്ല യൂണിവേഴ്സിൽ ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറേ കെമിയോ റോളുകളും വിജയ് വന്നേക്കാം എന്നൊക്കെ കേൾക്കുന്നു. വിക്രം 2 മേ ബി വിജയ് കാണുമെന്ന് കേൾക്കുന്നു. എന്നിരുന്നാലും ലിയോദാസ് എന്ന ഒരു ക്യാരക്ടറിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ട്രെയിലർ വന്നപ്പോൾ തൊട്ട് ഏറ്റവും അധികം കാത്തിരുന്നത് ആ ഒരു ക്യാരക്ടറിനെ ആയിരുന്നു. പക്ഷേ ഫ്ലാഷ് ബാക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ലോക്കി ഒരു പുതിയ പെർസ്പെക്റ്റീവ് നോക്കിയതാണ്, അതായത് ഒരു ദിവസത്തെ മാത്രം കഥ പറഞ്ഞു പോവുക എന്നുള്ളൊരു കാര്യം. ആൻഡ് അത് തന്നെ ഈ പറഞ്ഞ പോലെ മൻസൂർ അലിഖാൻ്റെ പെർസ്പെക്റ്റീവാണ്, അത് ശരിക്കും നടന്നാണോ അല്ലയോ എന്നുള്ളൊരു മിസ്റ്ററിയൊക്കെ നിർത്തിയിട്ടാണ് പോയത്. സോ ലിയോദാസ് എന്ന ആ ഒരു പാസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റിംഗ് ആണ്. ഒത്തിരി പേര് പറയുന്നത് കൂലിയും അതുമായിട്ട് കണക്റ്റ് ആവുന്നു. കൂലി LCU അല്ലാന്ന് 100% ലോകേഷ് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഫാൻ തിയറികൾ പറയുന്നത് കൂലി നടക്കുന്ന ഒരു 80s കാലഘട്ടത്തിലാണ്, ലിയോയിലോട്ട് അത് കണക്റ്റ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ലിയോ 2 വരുമോ, കൂലി LCUലാണോ എന്നൊക്കെ ഉള്ളത്. തുപ്പാക്കിക്ക് ശേഷം എപ്പോഴൊക്കെ AR മുരുകദാസ് വിജയമായിട്ട് ഒരുമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫാൻസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തുപ്പാക്കി 2. അതിപ്പോൾ കത്തിയുടെ സമയത്തായിക്കോട്ടെ, സർക്കാരിൻ്റെ സമയത്തായിക്കോട്ടെ, ഈവൻ ബീസ്റ്റ് വരേണ്ട ടൈമിൽ ഒറിജിനലി ARMനോട് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോഴെല്ലാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തുപ്പാക്കി 2 ആണ്. സോ ആ ബീസ്റ്റിൻ്റെ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ വന്ന റൂമറാണ് തുപ്പാക്കി 2 വരുമെന്ന്. ഏകദേശം ഉറപ്പിച്ച പോലെയൊക്കെ കുറേ പേര് പറയുന്നത് കേട്ടു. പക്ഷേ അത് പിന്നെ എങ്ങും എത്താതെ പോയി. എന്തായാലും നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സീക്വൽ തന്നെയാണ് തുപ്പാക്കി 2. എസ്പെഷ്യലി ക്യാപ്റ്റൻ ജഗദീഷ് എന്ന് പറയുന്നത് വിജയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. സ്വന്തം സിസ്റ്ററിനെ വരെ മിഷൻ്റെ ഭാഗമായിട്ട് റിസ്ക് ചെയ്യുന്ന, ഫാമിലിയെക്കാട്ടിൽ വർക്കിനും നേഷനും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ ജഗദീഷ്. സോ അത്തരത്തിലുള്ളൊരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു കിടിലൻ സീക്വൽ സ്പൈ ത്രില്ലർ വരുന്നത് നല്ലൊരു വമ്പൻ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ എപ്പോഴെങ്കിലും അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബീസ്റ്റ് ഒരുപാട് പേർക്ക്, എസ്പെഷ്യലി വിജയ് ഫാൻസിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്തൊരു പടമാണ്. എനിക്ക് പേഴ്സണലി ബീസ്റ്റ് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അതിന് കാരണം ഞാൻ റിലീസായ ടൈമിലല്ല കണ്ടത്. ഒത്തിരി നെഗറ്റീവ്സ് കാരണം കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ പടം കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ്സ് ഒക്കെ മൈൻഡിലുള്ളതുകൊണ്ട് തന്നെ അത്ര വലിയ കുഴപ്പമില്ലെന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷേ സ്റ്റിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിൻ്റെ ലെവൽ പിടിച്ചായിരുന്നെങ്കിൽ വിജയുടെ കരിയർ ബെസ്റ്റ് ആവേണ്ട ഒരു പടമായിരുന്നു ബീസ്റ്റ്. പക്ഷേ പിന്നീട് മാളൊക്കെ വന്ന് ഡാർക്ക് ഹ്യൂമർ ഒക്കെ ഇറക്കി. നെൽസന്റെ ഡാർക്ക് ഹ്യൂമർ അധികം വർക്ക് ആയതുമില്ല. പക്ഷേ പിന്നീട് ജയിലർ വന്നപ്പോൾ അതെല്ലാം പരിഹരിച്ച് രജനിക്ക് ഒരു കമ്പാക്ക് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നെൽസണും കമ്പാക്ക് അടിച്ചു. പക്ഷേ സ്റ്റിൽ വീരരാഘവൻ എന്ന ഒരു കിടിലൻ ക്യാരക്ടറും അതേപോലെ നെൽസണ് അന്ന് പറ്റിപ്പോയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ബീസ്റ്റിന് സെക്കൻഡ് പാർട്ട് വേണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ആ നെൽസൺ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തൻ്റെ ഇതുവരെ ചെയ്ത എല്ലാ സിനിമകൾക്കും സെക്കൻഡ് പാർട്ട് പ്ലാൻ ഉള്ളത്. അതിപ്പം ജയിലർ ആയിക്കോട്ടെ, കൊലമാവ് കോവിലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ബീസ്റ്റ് ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും സെക്കൻഡ് പാർട്ട് പ്ലാൻ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൽ ജയിലറിൻ്റെ സെക്കൻഡ് പാർട്ട് ഹുക്കും എന്നൊരു വർക്കിംഗ് ഡേറ്റിൽ ഇപ്പം നടക്കുന്നുണ്ട്. മിക്കവാറും നെൽസന്റെ അടുത്ത പ്രൊജക്റ്റ് ഹുക്കും ആയിരിക്കും.
അതിനുശേഷം വിജയുടെ കൂടെ ബീസ്റ്റ് 2 അല്ലെങ്കിൽ വീരരാഘവൻ എന്ന പേരിലോ ആ ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവന്ന നൈസായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഭാഗത്തുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്സ് ഒക്കെ പരിഹരിച്ച് ആ ഒരു ക്യാരക്ടറിന് അർഹിക്കുന്ന ഒരു മൂവി കൊടുക്കാനും സാധിക്കും. വിജയ് ഷാറൂഖ് ഖാൻ പ്രൊജക്ട്. എൻ്റെ അടക്കം ഒരുപാട് പേരുടെ ചൈൽഡ്ഹുഡിലെ ഫേവറേറ്റ് കോളിവുഡ് ഹീറോ വിജയും ബോളിവുഡ് ഹീറോ ഷാറൂഖ് ഖാനും ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതൊക്കെ എന്നെപ്പോലെ ഒരുപാട് പേര് കൊച്ചിലെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ഇപ്പം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരാളുള്ളത് ആറ്റ്ലിയാണ്. വിജയുടെ കൂടെ 3 സിനിമകൾ ചെയ്ത് വിജയ് ഇന്ന് കാണുന്ന ദളപതി എന്ന ലെവലിൽ എത്തിക്കുന്നതിൽ ആറ്റ്ലിക്ക് വലിയൊരു പങ്കുണ്ട്. അതേപോലെ തന്നെ കംബാക്ക് അടിക്കാൻ പറ്റുന്ന ഷാറൂഖ് ഖാൻ 10 ശേഷം നെക്സ്റ്റ് ഒരു ബിഗ് ബ്ലോക്ക് ബസ്റ്റർ കൊടുത്ത ജവാനുമായിട്ട് വന്ന ആറ്റ്ലിക്ക്. സോ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ഒരു പടം എപ്പോഴേ പോസിബിൾ ആണ്. ജവാൻ വന്ന ടൈമിൽ ഏറ്റവും വലിയ റൂമറായിരുന്നു വിജയത്തിൽ കെമിയോ ഉണ്ടാവുമെന്ന്. പക്ഷേ വിജയ് കെമിയോ ഉണ്ടായിരുന്നില്ല. എന്തായാലും അതിനുശേഷം വിജയുടെ കൂടെ SRKയും വെച്ചിട്ടൊരു മൂവി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ആറ്റ്ലി പറയുകയും രണ്ടുപേരും സമ്മതം പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ സ്ക്രിപ്റ്റിൽ നല്ലപോലെ തനിക്ക് വർക്ക് ചെയ്യണമെന്നൊക്കെ ആറ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നേരത്തെ പറഞ്ഞ തുപ്പാക്കി 2-നെക്കാട്ടിലൊക്കെ നടക്കാൻ സാധ്യതയുള്ള പ്രൊജക്റ്റാണ് ഈ ഷാറൂഖ് ഖാൻ വിജയ് പ്രൊജക്റ്റ്. ആൻഡ് രണ്ടുപേരും അവരവരുടെ ഇൻഡസ്ട്രിയിൽ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിനായിട്ടുള്ള തീരുമാനമാവുന്ന കാര്യം സംശയമില്ല. ആൻഡ് ഓൾസോ എല്ലാവരും അറ്റ്ലി കോപ്പി മെഷീൻ ആണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഡയറക്ടറാണ്. സോ വലിയൊരു എക്സ്പീരിയൻസ് ഇവർ രണ്ടുപേരും വെച്ചിട്ട് എന്തായാലും ആറ്റ്ലിക്ക് തരാൻ പറ്റും. അതും രണ്ടുപേരും ആറ്റ്ലിയുടെ ഫേവറേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്രസൻസ് ഈക്വലായിട്ട് തന്നെ കിട്ടുമെന്ന കാര്യത്തിലും സംശയമില്ല. വെട്രിമാരൻ പ്രൊജക്ട്. തമിഴ്നാട്ടിലെ റീജിയണൽ സെറ്റപ്പിൽ ഏറ്റവും കിടിലൻ രീതിയിൽ പടങ്ങൾ എടുക്കുന്ന ഒരു ഫിലിം മേക്കറാണ് വെട്രിമാരൻ. ആൻഡ് വെട്രിമാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് വിജയുടെ കൂടെ ഒരു പടം ചെയ്യുക എന്നുള്ളത്. സൂര്യയുടെ കൂടെയുള്ള വാടിവാസൽ ഇടയ്ക്ക് നിന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും ഓണായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം വിജയുടെ കൂടെ പ്രൊജക്റ്റ് ചെയ്യാൻ പുള്ളിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ആൻഡ് വിജയുമായിട്ട് സംസാരിച്ചു എന്ന് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് ഇപ്പോൾ ഉള്ള കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാനാണ്. സോ ഇപ്പോൾ വാടിവാസൽ അടക്കമുള്ള പ്രൊജക്റ്റിന് ശേഷമാകും വിജയുടെ അടുത്തേക്ക് പോകുക എന്നുള്ള സൂചനയാണ് ആ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും വെട്രിമാരൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു റീജിയണൽ ലോക്കൽ സെറ്റപ്പിൽ കിടിലം പടം കിട്ടുമെന്ന കാര്യം തീർച്ചയാണ്. സോ വിജയ് അത്തരത്തിലുള്ള മൂവീസ് അധികം ചെയ്തിട്ടുമില്ല. ചെയ്തതൊക്കെ ആണെങ്കിൽ പണ്ടത്തെ കാലത്ത് കുറച്ചുകൂടെ ഒരു മാസ് മസാല കൊമേഴ്ഷ്യൽ ഫ്ലിക്കിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ആക്ഷൻ പടം എന്തായാലും വെട്രിമാരനെ കൊണ്ട് ചെയ്യാൻ പറ്റും. സോ അത് എപ്പോഴെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ കരിയറിലെ തന്നെ യുണീക്ക് ഫിലിംസിൽ ഒന്നായിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. ശങ്കർ പ്രൊജക്ട്. ശങ്കർ എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ഡൗൺ ആയിപ്പോയെങ്കിലും സ്റ്റിൽ തമിഴിലെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൽ ഒരാൾ തന്നെയാണ്. ആൻഡ് മുതൽവൻ ആദ്യം വിജയ് വെച്ചായിരുന്നു പുള്ളിക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് നടന്നില്ല. അതിനുശേഷം നൻപനിലാണ് ഇവർ ആദ്യമായിട്ട് ഒരുമിക്കുന്നത്. പക്ഷേ നൻപൻ ഒരു റീമേക്ക് ആയിരുന്നു എല്ലാവർക്കും അറിയാം. 3 ഇഡിയറ്റ്സിൻ്റെ പക്ക റീമേക്കാണ്. ലൈക്ക് പലയിടത്തും സീൻ ബൈ സീനായിട്ട് തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശങ്കറിൻ്റെ ഒരു ഒറിജിനൽ പ്രൊജക്റ്റിലല്ല വിജയ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ശങ്കറിൻ്റെ ഒറിജിനൽ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്യനും ശിവാജിയും ഇന്ദ്രനും അടക്കമുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ. സോ അത്തരത്തിലൊരു കിടിലം പ്രൊജക്റ്റിൽ വിജയ് വരണം എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. ഇപ്പോൾ ദളപതി 69 അല്ലെങ്കിൽ ദളപതി 17 ശങ്കറിൻ്റെ കൂടെ ആയിരിക്കും എന്നൊക്കെ കുറേ റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അത്ര ഷുവർ അല്ല. മാത്രമല്ല ശങ്കർ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡൗൺ ആണ്. നെക്സ്റ്റ് ശങ്കറിൻ്റെ വരാനിരിക്കുന്നത് അടുത്ത വർഷത്തെ ഇന്ത്യൻ 3യും പിന്നെ ഗെയിം ചേഞ്ചറുമാണ്. ആൻഡ് ഗെയിം ചേഞ്ചറും മിക്കവാറും അടുത്ത വർഷം തന്നെ റിലീസ് ആവുക. ഈ 2 സിനിമകളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. റീസെൻ്റ്ലി വന്ന ഇന്ത്യൻ 2 ഇപ്പോൾ ക്രിട്ടിക്കലി ആയിക്കോട്ടെ കൊമേഴ്ഷ്യലി ആയിക്കോട്ടെ വലിയൊരു ഫ്ലോപ്പായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ശങ്കർ അത്യാവശ്യം സ്ട്രഗിളിങ് ഫേസിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വിജയുടെ കൂടെ ഒരു സിനിമ വരുന്നത് ശങ്കറിനും കുറച്ചുകൂടെ ബൂസ്റ്റ് ആയിരിക്കും എന്നുള്ളത് വല്ലാത്തൊരു ആയണി തന്നെയാണ്. തലൈവ 2. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇപ്പം ചെയ്യാൻ പറ്റിയൊരു പ്രൊജക്റ്റാണ് തലൈവ 2. തലൈവയുടെ എൻഡിങ്ങിലും പുതിയൊരു ലുക്കിൽ വിജയ് വന്നിട്ട് സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള രീതിയിലാണ് എൻഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തലൈവ 2 കൊണ്ടുവരുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഇതുവരെ നമ്മൾ തലൈവ 2 പരിഗണിച്ചില്ല. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ പോസിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് തന്നെയാണ് തലൈവ 2. ഇനി അങ്ങോട്ട് ഗോട്ട് സിനിമയുടെ സ്പോയിലേഴ്സ് ആണ്. സോ സിനിമ കണ്ടവർ സ്പോയിലർ പ്രശ്നമില്ലാത്തവർ മാത്രം തുടർന്ന് കാണുക. ഗോട്ട് വേഴ്സസ് OG. ഗോട്ട് സിനിമയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ടൊരു വിജയ് സിനിമയ്ക്ക് സൈഫൈ എലമെൻറ്റ് കടന്നു വരുന്നു. ആൻഡ് ആദ്യമായി ഒരു വിജയ് സിനിമയ്ക്ക് ഒരു മിഡ് ക്രെഡിറ്റ് സീൻ, ഓൾസോ വിജയുടെ DAged വേർഷനും യങ്ങർ CGI വേർഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രത്യേകമുള്ള പടമാണ് ഗോട്ട്. പക്ഷേ ഗോട്ട് വേഴ്സസ് OG എന്ന് പറഞ്ഞിട്ട് അവസാനം സെക്കൻഡ് പാർട്ട് വരുന്ന രീതി എൻഡ് ചെയ്തത് ആ പടം ശരിക്കും വരുമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. ഒന്നാമത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല വിജയ് ഇതുവരെ ചെയ്യാത്തൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റഫ് എന്ന രീതിയിലാണ് ആ ഒരു എൻഡിങ് വന്നത്. നമ്മൾ ആ ഒരു എൻഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഓവറോൾ ഈ പടം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെങ്കട്ട് പ്രഭുവിൻ്റെ കുറേ സിനിമകളൊക്കെ എൻഡ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിനൊന്നും തന്നെ സെക്കൻഡ് പാർട്ട് വന്നിട്ടില്ല. ആകെ വന്നത് പുള്ളിയുടെ ഫസ്റ്റ് പടമായിട്ടുള്ള ചെന്നൈ 6,28,000 ആണ്. അതിന് പക്ഷേ എൻഡിങ്ങിൽ സെക്കൻഡ് പാർട്ട് വരുമെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പടം വരുമോ എന്നുള്ള ഒരുപാട് ഡൗട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള പടങ്ങളെക്കാട്ടി ഇവിടെ ഒരു ഫാക്ടർ ടൈറ്റിൽ കാർഡാണ്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് സീൻ കാണിച്ച് എൻഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഗോഡ് വേഴ്സസ് OG വെങ്കട്ട് പ്രഭു വില്ലൻ എന്നൊക്കെ പറഞ്ഞാണ് എൻഡ് ചെയ്തത്. ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലോട്ടുകൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു എക്സ്പെരിമെൻ്റൽ മൂവ് ഇനി ചെയ്യുമോ എന്നുള്ള ഡൗട്ടാണ്. എന്തായാലും ഈ പ്രൊജക്റ്റ് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല.
വരുവാണെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു കിടിലൻ പടമായിട്ട് വരട്ടെ. ഈ പടത്തിലുണ്ടായിരുന്ന കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ അവിടെ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ വേറെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ പേരൊക്കെ വെച്ചിട്ട് റൂമേഴ്സ് ഇടയ്ക്കിടെ വരാറുള്ളതാണ്. പക്ഷേ ആസ് ഓഫ് നോ നമ്മൾ പറഞ്ഞതൊക്കെ കുറച്ചുകൂടി ഒരു ട്രസ്റ്റബിൾ ആണ്. ഇപ്പോൾ എച്ച് വിനോദ് കുറേയൊക്കെ ട്രസ്റ്റബിൾ സോഴ്സിനാണ് വന്നത്. വെട്രിമാരനാണെങ്കിൽ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതൊക്കെ കൂടാതെ തന്നെ അറ്റ്ലിയുടെ കൂടെ ഒരു സോളോ പ്രൊജക്റ്റ്, ഇപ്പോൾ ഷാറൂഖ് ഖാൻ്റെ പ്രൊജക്റ്റ് അല്ലാതെ വേറൊരു അറ്റ്ലി പ്രൊജക്റ്റ് വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അറ്റ്ലിയുടെ കൂടെ പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ തെരി 2 അല്ലെങ്കിൽ മെർസൽ 2 ആ ഒരു ടൈം തൊട്ടേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതുവരെ സെക്കൻഡ് പാർട്ടിന് ക്ലൂ ഇടുന്നല്ലാതെ പുള്ളി ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അത് വരുമോ എന്നറിയില്ല. മേ ബി ഒരു യൂണീക്ക് പ്രൊജക്റ്റ് ആയിരിക്കാം. പിന്നെ ഇതൊക്കെ മിക്കപ്പോഴും പുറത്തുവരുന്ന റൂമേഴ്സാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വിജയ് ആണെങ്കിലും ഏതൊരു ആക്ടർ ആണെങ്കിലും പടം ചൂസ് ചെയ്യുന്നത്. സോ അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ സംസാരങ്ങളിലുണ്ട്, ഡിസ്കഷൻസിലുണ്ടെന്നുള്ള ലീക്ക് ആവുന്നു. അങ്ങനെയാണ് പലതും പുറത്തു വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെ നടക്കും നടക്കില്ല എന്നറിയില്ല. ഇപ്പം സോഫാർ എച്ച് വിനോദിനോടാണ് അടുത്ത പ്രൊജക്റ്റ് എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അത് ഡ്രോപ്പായെന്ന് പറഞ്ഞ് ന്യൂസ് വന്നെങ്കിൽ പോലും അതൊന്നും അത്ര ട്രസ്റ്റബിൾ ആയിട്ടല്ല വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ലിയോ 2 ആയിക്കോട്ടെ, ബീസ് 2 ആയിക്കോട്ടെ, ഗോഡ് വേഴ്സസ് OG ആയിക്കോട്ടെ, ഇതിനൊക്കെ നല്ല ഹെവി പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് തന്നെയാണ്. സോ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം മൂവീസ് വഴിവരെ ചെയ്യാൻ പറ്റില്ല. സോ വളരെയധികം അമ്പലത്തിനെക്കാട്ടി വളരെയധികം സെലക്റ്റീവായിട്ട് മാറും. മാത്രമല്ല പൊളിറ്റിക്സിൽ പോകുന്നതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പൊളിറ്റിക്കൽ തീമിലുള്ള മൂവീസ് ആയിരിക്കും ഇനി കൂടുതൽ വരിക എന്നുള്ള ഒരുപാട് കൺസേൺ ആണ്. പക്ഷേ സ്റ്റിൽ ഗോഡ് വേഴ്സസ് OG, ലിയോ 2 ഒക്കെ ഒരു എൻഡിലാണ് നിർത്തിയിട്ട് പോയത്, ഒരു പോസിബിലിറ്റിയിലാണ് പോയത്. അപ്പോൾ അതൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ എല്ലാവരും വെയിറ്റിംഗ് ആണ്, ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനിയും കൂടുതലും ഇന്ത്യൻ മൂവി സീരീസിലെ വീഡിയോസ് നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുകൂട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.